ഹായ് സോളിയ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ട്രയംഫിൻ്റെ സ്പീഡ് 400 ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓട്ടോമൊബൈൽ വേൾഡിൽ നടന്ന കുറച്ചേറെ ഇൻട്രസ്റ്റിംഗ് ന്യൂസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് കുറേയേറെ അൺവീൽസും ലോഞ്ചസും എല്ലാം നടന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് KTM ന്യൂസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. KTM ഒരു ബൈക്ക് കുറച്ച് നാളായി ഇന്ത്യയിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ഏതെന്നല്ലേ, KTM RC160. RC160യെ പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. RC160 എന്ന് പറയുമ്പോൾ നമ്മുടെ KTM ഡ്യൂക്ക് 160 വന്ന സിംഗിളർ റേറ്റ് എഞ്ചിനായിരിക്കും വരുന്നത്. പിന്നെ നമ്മുടെ KTM RC200 അതേ ബോഡി ഫ്രെയിം എല്ലാ സംഭവങ്ങളാണ് വരുന്നത്. പിന്നെ നമുക്ക് LCD മീറ്റർ കൺസോള്, ബ്ലൂടൂത്ത് കോമ്പാക്റ്റുള്ള മീറ്റർ കൺസോളും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടാണ് സ്പോട്ട് ചെയ്തേക്കുന്നത്. ഒരു ബ്ലൂ ആൻഡ് ഒരു ബ്ലാക്ക് കളർ, അല്ല ഓറഞ്ച് ആൻഡ് ഒരു ബ്ലാക്ക് കളർ, അവർ ഐക്കോണിക് കളറിലാണ് സ്പോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഫ്യൂച്ചറിൽ എന്തായാലും കാണാം. പിന്നെ വീണ്ടും KTM ന്യൂസാണ്, ഒരു ഷോക്ക് ന്യൂസാണ്. കാരണം KTM 2024 പ്രൊഡ്യൂസ് ചെയ്ത KTM ഡ്യൂക്ക് 125, ഡ്യൂക്ക് 250, പിന്നെ ഡ്യൂക്ക് 390, പിന്നെ ഗ്ലോബലി നോക്കുവാണെങ്കിൽ KTM ഡ്യൂക്ക് 990. ഇവർക്ക് എല്ലാവർക്കും ഒരു ഇഷ്യൂ കാരണം റീകോൾ ചെയ്തിട്ടുണ്ട് ബൈക്ക്. എന്താണ് ഇഷ്യൂ എന്നല്ല, നമ്മുടെ ഫ്യൂവൽ ക്യാപ്പ് ഉണ്ടല്ലോ, ഫ്യൂവൽ ക്യാപ്പിലെ ഒരു സീലിൽ ക്രാക്ക് വന്നതുകൊണ്ടാണ് ഇവർ റീകോൾ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റിൽ ഈ സീലിൻ്റെ ക്രാക്ക് വന്ന സീൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് മാറ്റി കൊടുക്കുന്നതാണ്. ഇനി അഥവാ നിങ്ങളുടെ 2024 മോഡൽ ഈ ഒരു KTM ഡ്യൂക്ക് 390 250 എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഷോറൂമിൽ കൊണ്ടുപോയാൽ നിങ്ങൾക്കും അത് ഫ്രീ ആയിട്ട് മാറ്റി തരുന്നതാണ്. പിന്നെ 990 നമുക്ക് പേടിക്കേണ്ട, കാരണം 990 നമുക്ക് ഗ്ലോബലി ഉള്ളൂ, ഇന്ത്യയിലോട്ടൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് ആ കാര്യമൊന്നും പേടിക്കേണ്ട. പിന്നെ KTM 2 അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിൻ്റെ പ്രൈസ് പയ്യെ അങ്ങ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയെന്നല്ലേ, KTM 390 അഡ്വഞ്ചറിൻ്റെ പ്രൈസാണ് ആദ്യം ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 23,000 രൂപയുടെ പ്രൈസ് ഇൻക്രീസാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഓൺ റോഡ് നോക്കുമ്പോൾ, ഓൺ റോഡ് അല്ല, എക്സ് ഷോറൂം നോക്കുമ്പോൾ ഒരു 3,26,000 രൂപയായിട്ടുണ്ട് ഒരു KTM അഡ്വഞ്ചറിൻ്റെ 390 അഡ്വഞ്ചറിൻ്റെ പ്രൈസ്. പിന്നെ KTM 390 അഡ്വഞ്ചർ എക്സിൻ്റെയും പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു 27,000 രൂപയുടെ പ്രൈസ് ഇൻക്രീസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു 3,96,000 രൂപയുടെ ഒരു എക്സ് ഷോറൂം പ്രൈസിനാണ് ഇപ്പോൾ നമുക്കൊരു KTM അഡ്വഞ്ചർ 390X വാങ്ങിക്കാൻ സാധിക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തത് വീണ്ടും റീകോളാണ്, മൊത്തത്തെ റീകോളാണെന്ന് തോന്നുന്നു. നമുക്ക് ടൊയോട്ടയുടെ സൈഡിൽ നിന്നും മാരുതി സുസുക്കിയുടെ സൈഡിൽ നിന്നും ഒരു അനിയനും ചേട്ടനെന്ന് പറയാൻ പറ്റുന്ന കാറാണ് കോൾ ബാക്ക് ചെയ്തേക്കുന്നത്. അതായത് ഡിസംബർ 24-ലും ഡിസംബർ 2024-ലും ഏപ്രിൽ 2025-നും ഇടയ്ക്ക് പ്രൊഡക്ഷൻ ചെയ്ത ഗ്രാൻഡ് വിറ്റാര, നമ്മുടെ മാരുതി സുസുക്കിയുടെ നിന്ന് ഗ്രാൻഡ് വിറ്റാരയും പിന്നെ ടൊയോട്ടയുടെ സൈഡിൽ നിന്ന് ഏർബൻ ക്രൂയിസർ ഹൈ റൈഡർ ഉണ്ടല്ലോ, അതാണ് റീകോൾ ചെയ്തേക്കുന്നത്. ഈ ഒരു ടൈമിൽ പ്രൊഡക്ഷൻ ചെയ്ത കാറിൻ്റെ ഫ്യൂൽ ഇൻഡിക്കേഷനും അതേപോലെ തന്നെ വാർണിംഗ് ലൈറ്റൊക്കെ മിന്നി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ കാരണമാണ് ഈ കംപ്ലീറ്റ്ലി റീകോൾ ചെയ്തേക്കുന്നത്. ഗ്രാൻഡ് വിറ്റാര ഒരു 39,505 സംതിങ് യൂണിറ്റാണ് റീകോൾ ചെയ്തേക്കുന്നത്. നമ്മുടെ ഹൈ റൈഡർ നോക്കുമ്പോൾ ഒരു 11,905 സംതിങ് യൂണിറ്റാണ് റീകോൾ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി അവർ സോൾവ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ തന്നെ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഈ ഒരു റീകോൾ ചെയ്ത മോട്ടോർ സൈക്കിൾസൊക്കെ. പിന്നെ നമുക്ക് ഇവിടെ അല്ല, പകരം UK 2 മോട്ടോർ സൈക്കിൾ ലോഞ്ച് ആയിട്ടുണ്ട് അൾട്രാ വൈഡിൻ്റെ സൈഡിൽ നിന്ന്. ഫസ്റ്റ് നമുക്ക് F77 സൂപ്പർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടറിലല്ല ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിളും, പിന്നെ നമുക്ക് F77 Mac 2 എന്ന് പറയുന്ന റീകോൺ ഉണ്ടല്ലോ, അതും അങ്ങനെ ലോഞ്ച് ആയിരിക്കുന്നത് നമ്മുടെ UK. അപ്പോൾ UK ഒരു പവർഫുൾ ഇന്ത്യൻ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയി അൾട്രാ വൈലിൻ്റെ സ്കൂട്ടർ എടുക്കാം. പക്ക ക്വാളിറ്റി സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അൾട്രാ വൈലിൻ്റെ സ്കൂട്ടേഴ്സും ബൈക്സും ഒക്കെ വരുന്നത്. പിന്നെ നമ്മുടെ ഹീറോയുടെ സൈഡിൽ നിന്ന് ഒരു അൺവീലാണ് കേട്ടോ. ഹീറോ ഒരു കോമ്പാക്ട് വേരിയൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഏതാണെന്നല്ലേ, എക്സ്ട്രീം 160R 4Vയുടെ ഒരു കോമ്പാക്ട് വേരിയൻ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയൊരു പെയിൻറ്റ് സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്ലാമർ എക്സിലും എക്സ്ട്രീം 125R ഉണ്ടായിരുന്ന അതേ സ്പെക്ക് ഇവിടെ നിന്ന് എടുത്ത് അങ്ങനെ നമ്മുടെ എക്സ്ട്രീം 160R 4Vയിലും കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്നല്ല, റൈഡ് ബൈ വയർ ടെക്നോളജി ഉണ്ട്, ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, റൈഡിംഗ് മോഡുണ്ട്, പിന്നെ വേറെ ഒരു മോട്ടോർ സൈക്കിളും ഇല്ലാത്ത പാനിക് ബ്രേക്ക് അലേർട്ട് എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഹോണ്ടയുടെ NX200 ഞാൻ റിവ്യൂ ചെയ്ത ടൈം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ സഡനായിട്ടാണ് ബ്രേക്ക് പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും ടെയിൽ ലൈറ്റൊക്കെ ഇതിന് മിന്നി കത്തും. അതായത് നമ്മുടെ ബാക്കിൽ വരുന്ന ആൾക്കാർക്ക് ഒരു അലേർട്ട് കൊടുക്കാനായിരുന്നു, ഈ ഞാനൊന്ന് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുവാണ് എന്നുള്ളൊരു അലേർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിക് ബ്രേക്ക് അലേർട്ട് സിസ്റ്റം നമ്മുടെ ഒരു എക്സ്ട്രീം 160R 4Vയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഹ്യൂണ്ടായുടെ സൈഡിൽ നിന്ന് LA ഓട്ടോ ഷോയിൽ ഒരു പുതിയ കാർ അൺവീൽ ചെയ്തിട്ടുണ്ട്. ഒരു കൺസെപ്റ്റ് ഡിസൈനാണ്, അതുകൊണ്ട് കൂടുതൽ ഇൻഡെപ്ത് പോയിട്ടും കാര്യമില്ല. ഒരു ക്രേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഓഫ് റോഡ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് SUV ആണ് അൺവീൽ ചെയ്തത്. കാണാൻ അതിമാരക ഡിസൈനാണ് കേട്ടോ. ഇപ്പോൾ റെഡ് സിഗ്നൽ വീഴും, അതെ റെഡ് സിഗ്നൽ വീണിട്ടുണ്ട്. ക്രേറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണെങ്കിൽ
ഒരു കാണാൻ ഒരു ഹ്യൂജ് ലുക്കാണ്. കാരണം ഒരു 18 ഇഞ്ചിൻ്റെ ഒരു ഓഫ് റോഡ് സ്പെക്ക് ആയിട്ടുള്ള ഒരു അലോയ്സ്, 32 ഇഞ്ചിൻ്റെ ഒരു ഓഫ് റോഡ് ടയേഴ്സൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതിഭീകരമായിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ്, കംപ്ലീറ്റ്ലി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ് നമുക്ക് ഈ ഒരു ക്രിയേറ്ററിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ക്രിയേറ്ററിൻ്റെ കാര്യം. പിന്നെ നമുക്ക് എപ്പോഴത്തെ പോലെ ഇന്നത്തെ ന്യൂസും ഒരു ഹാപ്പി ന്യൂസിലുള്ള വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ഹാപ്പി ന്യൂസ് നമ്മുടെ KTMൻ്റെ സൈഡിൽ നിന്നാണ് കേട്ടോ. എന്താണെന്നല്ലേ, KTM ഇനി തൊട്ട് വെറും KTM അല്ല, ബജാജ് KTM ആണ്. കാരണം നമ്മുടെ ബജാജ് ഇന്ത്യ അല്ലല്ലോ, ബജാജ് ഓട്ടോ ഫൈനലി KTMനെ മൊത്തത്തിൽ അങ്ങ് വാങ്ങിയിരിക്കുകയാണ്. അതായത് 100% കൺട്രോൾ ഇനി നമ്മുടെ ബജാജ് ഓട്ടോയ്ക്കായിരിക്കും. അങ്ങനെ നമ്മുടെ ഫൈനലി KTMൻ്റെ കംപ്ലീറ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളെല്ലാം മാറി തിരിയാൻ പോവാണ്. എന്തോ നമ്മുടെ പേട്ട സിനിമയിലെ രജനീകാന്ത് പറയുന്ന പോലെ പാക്കത്താനോ പോരാ എൻ്റെ കാളിയുടെ ആട്ടത്തെ, അതേപോലെ ആയാൽ മതിയായിരുന്നു നമുക്കിനി ബജാജിൻ്റെ ഒരു സപ്പോർട്ട് ചേർന്ന് KTMൻ്റെ അവസ്ഥ. അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ ഈ ആഴ്ചത്തെ വീഡിയോ, ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് എന്നൊക്കെ പറയാനായിട്ട്. അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച കാണാം. അതുവരയ്ക്കും ബൈ.